പണ്ട് കോട്ടയത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ട്. വളരെ പണ്ടാണ്. ഒരു സെക്സ് വർക്കറുമായിട്ട് പൈസയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെട്ടിട്ട് ഒരാൾ പോയി ഒരു കൊച്ചിനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു. അവിടെ ആ ഒരു സെക്സ് വർക്കർ ആ ഒരു പൈസയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടാതെ ഇദ്ദേഹത്തിന് ആവശ്യം സാധിച്ചു കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിന് ആ ഒരു അവസ്ഥ ഉണ്ടാവത്തുണ്ടായിരുന്നില്ല. ഇവിടെ രണ്ടാളുകളെ നീടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. അവിടെ അവരുടെ സർവീസ് എടുക്കാൻ വേണ്ടി വരുന്ന ഒരാൾ ഇത് കൊടുക്കാൻ എന്തൊരു സംഭവമാണ് ഈ JB. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഭയങ്കര പുരോഗമനിസ്റ്റ് എന്നൊക്കെ അല്ലേ? നമ്മളൊക്കെ ഭയങ്കര പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെയാണ് ഇദ്ദേഹം കൂടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് കോട്ടയത്ത് ഒരു സംഭവം ഉണ്ടായി. പണ്ടൊരു സെക്സ് വർക്കറുമായിട്ട് പൈസയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ തർക്കം വന്നു. അയാളുടെ ആഗ്രഹം അവരങ്ങ് താല്പര്യത്തിന് സാധിച്ചു കൊടുത്തിരുന്നു. സെക്സ് വർക്കറിന് എന്താ അഭിമാനമൊന്നുമില്ലേ? സെക്സ് വർക്കർ ചെയ്യുന്ന ഒരാൾക്കാർക്കും അവിടെ കൺസെന്റോടുകൂടി മാത്രമല്ലേ JB? നിങ്ങളൊക്കെ വാദോരാതെ ഈ വർത്തമാനം പറയുന്ന ആൾക്കാരല്ലേ? സെക്സ് വർക്കറിന് എന്താ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക? ആരെങ്കിലും വന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അങ്ങ് ഒരു കാര്യം അങ്ങ് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. അവർക്കും ഉണ്ടല്ലോ തീരുമാനങ്ങൾ. അവർ പറയുന്ന പൈസ അവർക്ക് ശരീരം വിൽക്കുന്നെങ്കിൽ അവന് അതിനുള്ള പൈസ കിട്ടണം. അവർക്ക് തീരുമാനം എടുക്കാം അവർക്ക് ആരുടെ കൂടെ പോകണ്ടെന്ന്. പേയ്മെന്റിനെ തുടർന്ന് സെക്സ് വർക്കർ വഴക്കിട്ടത് കൊണ്ട് റേപ്പ് നടന്നു എന്നും അവർ വഴക്കിട്ടില്ലായിരുന്നുവെങ്കിൽ അത് നടക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് അങ്ങേയറ്റം തരം താഴ്ന്ന പ്രസ്താവനയായി തോന്നി എന്ന് താങ്കളുടെ കമന്റ് ബോക്സിൽ കിടക്കുന്ന കമന്റാണ് ബ്രോ. വർക്കറിനൊന്നും വിലയില്ലേ ബ്രോ? ആരും ഒന്ന് പറഞ്ഞാൽ കിടന്നു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ കൊന്നു കളയും. അതുകൊണ്ട് നിങ്ങൾ കിടന്നു കിടക്കണം. ഇതെങ്ങാനും നമ്മുടെ വായി നിന്നെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എപ്പോൾ വന്നു കേട്ടാ മതി. ഇൻഫ്ലുവൻസർ ചെയ്ത തെറ്റ് ഇത് ഡേറ്റിംഗ് ആപ്പ് അല്ല എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. ഇതാണ് എക്സാക്ട്. ഈ ഒരു വേർഡിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. ഇതൊരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇതെല്ലാവരും ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. എന്നാൽ ഇതൊരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നുള്ള കാര്യം പറയാതെ പ്രൊമോട്ട് ചെയ്തു. JBയോട് എനിക്ക് ഇതിന് അപ്പുറം ഒന്നും പറയാനില്ല. ഇനി നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്ന മറ്റൊരു കമന്റ് ആണ്. താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്നാമത് ഇത് ഫ്രണ്ട്സിനെ കണ്ടെത്തുന്ന ഒരു ആപ്പാണ് എന്ന രീതിയിലാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇതിനെ അവതരിപ്പിച്ചത്. യെസ്, കോമൺ സെൻസ് ഉള്ളവർക്ക് ഫ്രണ്ട്സ് അല്ല അതിലുള്ളത് എന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞു അത് ന്യായീകരിക്കുന്നതിൽ കാര്യമില്ല. കുട്ടികൾക്കുൾപ്പെടെ ഇതിൽ അക്കൗണ്ട് എടുക്കാം. അവർക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകണമെന്നില്ല. പെട്ടെന്ന് പൈസ ഉണ്ടാകാനുള്ള ഒരു മാർഗ്ഗമായി അവർ ഇതിനെ കാണാം. ഇനി വലിയവരുടെ കാര്യം എടുത്താൽ തന്നെ ഫ്രണ്ട്സിനെ കിട്ടും എന്ന് കാര്യം തന്നെ ആപ്പ് എടുത്തവരുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഡേറ്റിംഗ് ആപ്പായി പോലും കണക്കാക്കാൻ പറ്റില്ല. താങ്കൾ തുടക്കത്തിൽ അരികയുടെ കാര്യം പറയുന്നിട്ട് അരിക ഒരു ഡേറ്റിംഗ് ആപ്പായി തന്നെയാണ് പരസ്യം ചെയ്തിരിക്കുന്നത്. സത്യമാണ്. അല്ലാതെ ഫ്രണ്ട്സിനെ കിട്ടുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ആപ്പല്ല. കൂടാതെ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇതൊരു മറുപടി വീഡിയോ ആണ്. മറുപടി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക, ഈ റിയാക്ഷൻ വീഡിയോസിൻ്റെ അകത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അദ്ദേഹം നമ്മുടെ JB, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ നമ്മുടെ ഫ്രണ്ട് ആപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ വന്നിട്ടുണ്ട്. അതിനുള്ളൊരു മറുപടിയാണ്. അത് വളരെ മാന്യമായ രീതിയിൽ അത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇതൊരു ഡേറ്റിംഗ് ആപ്പ് അല്ലേ, ഇതിനെന്താ പ്രശ്നം എന്നുള്ളത്. ഇതേ കാര്യം ഞാൻ എൻ്റെ ചാനലും പറഞ്ഞു. ഇതൊരു ഡേറ്റിംഗ് ആപ്പ് അല്ലേ, ഇതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഡേറ്റിംഗ് ആപ്പ് ഇതിനു മുമ്പ്, കാരണം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് JB കാണുമോ എന്നറിയത്തില്ല, കണ്ടു നോക്കിയാൽ അറിയാം. ഞാൻ ഈ ഫ്രണ്ട് ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിൻ്റെ അകത്ത് മുഴുവൻ പറയുന്ന കാര്യം ഡേറ്റിംഗ് ആപ്പ് ഇന്നും ഇന്നലെ വന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. ആ ഡേറ്റിംഗ് ആപ്പ് ആവശ്യക്കാർ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കും. അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവരവരുടെ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനോ അവർ ആസ്വദിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഡേറ്റിംഗ് ആപ്പ് അഥവാ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് ഒരാളും പറയുന്നില്ല ഇതൊരു ഡേറ്റിംഗ് ആപ്പ് ആണ് എന്ന്. പിന്നെ JBക്ക് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ഫ്രണ്ട് ആപ്പ് ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു ആപ്പ് ആയിരുന്നുവെങ്കിൽ ഒരു പ്രമുഖ ഒരു 10-15 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറൊക്കെ വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് അതിന് ക്ഷമ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനായിരുന്നു എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. അതായത് അവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഈ ഒരു പ്രൊമോഷൻ കണ്ടിട്ട് തന്നെ അവരോട് ഇൻബോക്സിൻ്റെ അകത്തൊക്കെ പോയിട്ട് എൻ്റെ മിസ്റ്റേക്സ് പറഞ്ഞു. ഒരുപാട് സ്ത്രീകളാണ് മിസ്റ്റർ JB ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1-2 കാര്യം JBയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പ് JB അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, ഒരു സ്ത്രീ അവരെ ബലാത്കാരം ചെയ്തു, മാരിറ്റൽ റേപ്പ് പരിപാടിയാണ്, ആ സംഭവം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ അവരുടെ അവസ്ഥ പറയുന്നുണ്ട്. അവർക്ക് പോലീസിന് വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ട്, അവർക്ക് നീതിന്യായ വ്യവസ്ഥയിലേക്ക് പോകാനുള്ള പേടി എന്താണ് എന്നുള്ളതിനടക്കം പറയുന്നു. വേറെ ആരുമല്ല, ഡോക്ടർ എലിസബത്ത് എന്നാണ് പേര്. സാധാരണ നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു കാര്യം കേട്ടാൽ ഉടനെ തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ്. ഇതുവരെ അതിനെക്കുറിച്ചൊരു പ്രതികരണമോ ആ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇതും കണ്ടിട്ടില്ല. ഞാനത് ഒരു വിമർശനം തന്നെയാണ്, അത് ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കളിയാക്കിയോ പരിഹസിച്ചോ ഒക്കെ വീഡിയോ ചെയ്യാവുന്നതാണ്. നോ പ്രോബ്സ്, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി JBക്ക് കാണാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ ഇട്ടേക്കാം. അത് ഞാനിത് ആപ്പ് സ്റ്റോറിൻ്റെ അകത്ത് കാണുന്നതാണ്. ഇതിനകത്ത് ഫ്രണ്ട് ആപ്പിൻ്റെ തന്നെ ആപ്പിൻ്റെ ഒരു ലോഗോ കാണുന്നത് ആ ആപ്പ് സ്റ്റോറിൻ്റെ അകത്ത് കാണുന്ന. ഇതിൽ 17+ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അതായത് 17 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. ഈ 17 വയസ്സോ അതിന് മുകളിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനാണ് അത് പറഞ്ഞേക്കുന്ന ക്രൈറ്റീരിയ. പക്ഷേ അത് ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ അറിയാമല്ലോ. നമ്മൾ ഫോണിൻ്റെ അകത്ത് നിന്ന് യൂസ് ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്യും.
അപ്പോൾ ഇൻസ്പയർഡ് ആയിട്ടൊക്കെയാണ്. കാരണം ജെബിക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് 2 മക്കളുണ്ട്. അതിനകത്ത് 2 ആൺകുട്ടികളാണ്. ഒരാൾക്ക് ഇപ്പോൾ 11 വയസ്സായി. 11 വയസ്സായ എൻ്റെ മകൻ ഇന്ന് ഞങ്ങളുടെ ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്തുകൂടെ? അങ്ങനെയല്ല, അവർ യൂസ് ചെയ്യുന്നത് അവർ കാണുന്നതൊക്കെ യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ അൺബോക്സിംഗ് ഡോഡ് പോലെ അതുപോലുള്ള കുറച്ചധികം രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന ചില വീഡിയോസൊക്കെ കാണുന്ന യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അവരൊക്കെ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എൻ്റെ മോൻ ചിലപ്പം ഡൗൺലോഡ് ചെയ്യുന്ന അവരുടെ വീഡിയോക്കകത്ത് എന്താ പ്രൊമോട്ട് ചെയ്യാൻ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സാധ്യതയുണ്ട്. എൻ്റെ മോൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ജെബി. അതും കൂടെ ഞാൻ ജെബിക്ക് കാണിച്ചു തരാം. ഇത് പറയുന്നത് ഞാനാണെങ്കിൽ മാത്രം വിശ്വസിക്കാതിരുന്നാൽ മതി. ഞാനല്ല പറയുന്നത്, ഒരു ലേഡിയാണ്. സാധാരണ നിങ്ങളൊക്കെ ഈ നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി മടിയുള്ള ആൾക്കാർ. അതുകൊണ്ട് സ്ത്രീകൾ പറയുന്നത് കേട്ടാൽ മതി. ഒരു സെക്കൻഡ്. പഠിക്കുന്ന ഒരു കുട്ടി ഭയങ്കരമായിട്ടും ഹർട്ട് ചെയ്ത ഒരു ഭാഗവും കാര്യവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഫോൺ ചെയ്തു. ഇതുപോലെ ഓഡിയോ കോളിൽ വന്നു. ഓഡിയോ കോളിൽ വന്നിട്ട് അവൻ സംസാരിച്ച രീതി, അവൻ്റെ ടോക്കിംഗ് ബിഹേവിയർ, അതാണ് ആ ചേട്ടൻ എടുത്തു പറഞ്ഞത്. ആ പെൺകുട്ടി പറയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. സെക്സിനെ പറ്റി പറയണത് കേട്ടിട്ട് എൻ്റെ തല തന്നെ ചേട്ടാ മരച്ചുപോയി. 10ൽ പഠിക്കുന്ന കൊച്ചാണ്. അറൗണ്ട് 15 അല്ല 14 ഇയേഴ്സ് ഏജ് ഉള്ള ഒരു കുഞ്ഞ്, ഒരു ഓക്കെ. ഇതിപ്പം ജെബിയെ സംബന്ധിച്ചിടത്തോളം പറയാം, 18-10 വയസ്സുള്ള കുട്ടിയൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ല 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉപയോഗിച്ചിട്ടുണ്ട്, വീട്ടുകാരുടെ കുറ്റാണെന്നൊക്കെ ചിലപ്പോൾ ജെബി പറഞ്ഞേക്കാം. കുഴപ്പമൊന്നുമില്ല. ജെബി ഇപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് ചാടിത്തുള്ളി വരാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒന്നും വിഷയമൊന്നുമില്ല. പക്ഷേ ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സംസാരിച്ച രീതിയെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അവരോടൊക്കെ ഈ പറയുന്ന ഇത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ പറയുന്ന ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ പറഞ്ഞേക്കുന്നത് ഇത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആപ്പാണ്, ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നില്ല. ഇനി താങ്കളുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഡേറ്റിംഗ്, റൊമാൻസ്, സെക്സ്റ്റിംഗ്, ടെക്സ്റ്റിംഗ്, വീഡിയോ കോൾ എന്നൊക്കെ പറയാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ കേട്ടിട്ട് വഴി തെറ്റാനായിട്ട് മുട്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഇവിടെ വെച്ച് നിർത്തി പോയിക്കൊള്ളുക. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജെബി പറഞ്ഞില്ലൊരു കാര്യം, ഇത് കേട്ടിട്ട് വഴിതെറ്റാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്, അത് ഒരു തരത്തിലുള്ള ചില വീഡിയോസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാർഗ്ഗനിർദ്ദേശം അല്ലെങ്കിൽ നമ്മൾ ഒരു വാണിംഗ് കൊടുക്കുന്നത്? ഇന്ന ഏജ് ക്രൈറ്റീരിയ ഉള്ള ആൾക്കാർക്ക് ഇത് കാണാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുമല്ലോ. ഈ പറയുന്ന ആൾക്കാരൊന്നും ഇത് പറയുന്നില്ല. ജെബി ആ ഒരു മാന്യത കാണിക്കുന്നു, പക്ഷേ അവരൊന്നും അത് കാണിച്ചിട്ടില്ല. ഓക്കെ. റിക്വസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. പേര് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുമല്ലോ. ഇത്രയും ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കേട്ട ജെബിയുടെ ഇതിൽ ശ്രദ്ധയിൽ ഇതുവരെ നമ്മുടെ ഡോക്ടർ എലിസബത്തിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണോ? എനിക്കറിയാവുന്നതാണ്. കാരണം നിങ്ങൾക്കൊക്കെ നിങ്ങളെ കാണുന്ന പല ആൾക്കാരും നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അകത്തൊക്കെ ഇത് കമന്റ് ഇടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ എനിവേ കേട്ടിട്ടില്ലായിരിക്കും. കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ആ ഒരു ആപ്പ് എന്നുള്ളത്. എന്താണ് ആ ഒരു ആപ്പ് എന്നുള്ള കാര്യം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. പക്ഷേ ഈ ഡേറ്റിംഗ് ആപ്പാണെന്നും ഈ ഒരു ആപ്പിൻ്റെ അകത്തുള്ള പരിപാടികൾ എന്താണെന്നുള്ള കാര്യം ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് മെൻഷൻ ചെയ്തില്ല. പകരം അവർ പറയുന്നത് ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാം, ഈ ആപ്പിൻ്റെ അകത്ത് കൂടുതൽ നേരം ചിലവഴിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഗിഫ്റ്റ് കിട്ടും, അതിന് റോസാപ്പ് കിട്ടുന്നതിന് കൺവേർട്ട് ചെയ്ത് മാറ്റാം. അല്ലാതെ ഇതിനകത്ത് മറ്റൊരു തരത്തിലുള്ള സംഭവം പറയുന്നില്ല. ഇതിനകത്ത് ഇതൊന്നും അറിയാതെ ചില വീട്ടമ്മമാരും നിങ്ങളൊക്കെ പറയും ചിലപ്പോൾ വിദ്യാഭ്യാസം ഇവരൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ഇവരെല്ലാം പറയുന്ന ഉടനെ കേട്ടോടനെ ഡൗൺലോഡ് ചെയ്യുന്നത് എന്തിനാണ്? പല വിദ്യാഭ്യാസമുള്ള പ്രമുഖരും മറ്റുള്ളവരും ഒക്കെ ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത് സ്പ്രെഡ് ചെയ്തത്. ആ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നല്ല പുതിയ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഫേസ്ബുക്കിനെ കാട്ടിലൊക്കെ വളരെ സേഫാണ്, സെക്യൂർ ആണ്, ഫേക്ക് ഐഡി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ആൾക്കാരെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്തു, അവർക്ക് പണി കിട്ടി ഡിലീറ്റും ചെയ്തു. സോ അങ്ങനെ കുറേ അധികം ആൾക്കാർ അതിനകത്ത് പെട്ടും പോകുമല്ലോ മിസ്റ്റർ ജെബി. അപ്പോൾ ഇതിൻ്റെ ജെബിക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഒരു 10-40 അതിന് മേളിൽ സ്ത്രീകൾ മാത്രമായി ചെന്നിട്ടുള്ള അവർക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളുടെ വോയിസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് അയച്ചു തരാം. താങ്കൾക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് അയച്ചു തരാം. അപ്പോൾ താങ്കൾ എന്നിട്ട് അതിനെക്കുറിച്ച് പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യണം. ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, എക്സ്, ലിങ്ക്ഡിൻ എന്നിവയൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാം. നെറ്റ്വർക്കിംഗ് ആണ്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. പല രീതിയിലുള്ള ഫ്രണ്ട്സ്. ഇപ്പോൾ ലിങ്ക്ഡിനിലേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ ചിറ്റ് ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രണ്ട്സിനെ അല്ല കിട്ടുക, ഒരേ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ സർക്കിളുകളിൽ ചേർന്ന് നിൽക്കാൻ. ഫേസ്ബുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ എഴുത്തുകൾ പങ്കുവയ്ക്കുന്നില്ല, നിങ്ങൾക്ക് ആളുകളുമായിട്ട് സംസാരിക്കാം, വീഡിയോ കോൾ ചെയ്യാം, അപരിചിതരുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാം.
എന്നുള്ളതാണ്. വീട്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ആക്കി കൂടെ? ഫ്രണ്ട് ആപ്പ്? യെസ്, ഫ്രണ്ട് ആപ്പ്. ഫ്രണ്ട് ആപ്പ് എന്ന ഗോ ടു ആപ്പ് ആണ്. ടു മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ഹാവ് ഫൺ കൺവർസേഷൻ. ആക്ച്വലി എനിക്ക് റെസിപ്പി പറഞ്ഞത് ഞാൻ ഫ്രണ്ട് ആപ്പിൽ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഡേറ്റിംഗ് ആപ്പാണ്. അത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഈ ഡേറ്റിംഗ് ആപ്പ്. ഈ കേൾക്കുന്ന സമയത്ത് തന്നെ ഡേറ്റിംഗ് ആപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും മെഷീൻ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഡേറ്റിംഗ് ആപ്പ്. ഇപ്പം JBയുടെ അടുത്തൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തിപരമായ വിയോജിപ്പുകൾ ആശയപരമായിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇത് ഡേറ്റിംഗ് ആപ്പാണെന്ന് അറിയാത്ത ആൾക്കാരാണല്ലോ ഇത് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. അവരെല്ലാം ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു സാധനത്തിലൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാരെ പോലെ ആൾക്കാരൊക്കെ ചെറിയൊരു വരുമാനം കിട്ടും, അപ്പോൾ എന്തോ ഇതിനകത്ത് കുത്തിയിരുന്ന കുറച്ച് പൈസ കിട്ടും എന്ന് പറയുമ്പോൾ അവർ എവിടെയാണ് ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് മനസ്സിലാക്കുന്നത്? ഡേറ്റിംഗ് ആപ്പ് കൾച്ചർ പോലും അറിയാത്ത വീട്ടമ്മമാർ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇത് അറിവില്ല എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുന്നതിനപ്പുറം അവർ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് കാര്യം ഡൗൺലോഡ് ചെയ്ത് അവർ ഉപയോഗിച്ച് അവർക്ക് പണി കിട്ടുന്നത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവരെ പരിഹസിക്കുന്നത് ഇതെന്താണ് നിങ്ങൾക്ക് ഇന്ന് വിവരമില്ല എന്ന് ചോദിക്കുന്നത് എത്ര ബാലിശമാണ്. ത് ലോകത്ത് എല്ലായിടത്തും ഉള്ള ആപ്പൊക്കെ തന്നെയാണ്. അതിൽ നിന്ന് ഈ ഫ്രണ്ട് ആപ്പിനെ ഡിഫറെന്റ് ആക്കുന്ന എന്താണ്? ഈ ഫ്രണ്ട് ആപ്പിനോട് എന്താണ് ഇത്രമാത്രം വലിയ പ്രശ്നം? ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എന്താണ് ആളുകൾ എയറിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റീൽ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇദ്ദേഹം ശരിക്കും പറഞ്ഞ ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പോലും എനിക്ക് പ്രശ്നമല്ല. ഈവൻ എൻ്റെ അടുത്ത് ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ആ ഡേറ്റിംഗ് ആപ്പാണെന്നുള്ള കാര്യം വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഞാൻ ആ വീഡിയോയിൽ കൂടെ പറഞ്ഞിരിക്കും. എന്താ സംശയം? അപ്പോൾ ആ ഒരു കാര്യം പറയാതെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് നല്ല സെക്യൂർ ആയിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാനൊക്കെ പറ്റും. ചിലപ്പോൾ ഓക്കെ എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രൊഫൈൽ ലോക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്താണ് നിങ്ങൾക്ക് എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ ഫേക്ക് കോളുകൾ ഫേക്കായിട്ട് സംസാരിച്ചവർ അഥവാ സ്വന്തം ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാത്ത ആൾക്കാരാണ് ഇതിനകത്ത് നിൽക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് 100% ജെന്യൂൻ ആണെന്ന് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിജിത്തിന്റെ റീലാണ്. അദ്ദേഹം ഒത്തിരിയധികം സ്കാമുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾക്ക് ഒരു പേടിയൊക്കെ ഉണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരിക്കും. ഒന്ന് കേട്ട് നോക്കാം. വെരി ട്രൂ. ബ്രോ, ഫ്രണ്ട് ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പോൾ മാപ്പ് വരെ പറഞ്ഞൊരു ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ്. ഇങ്ങനെ വെറുതെ വീട്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പ്. ഇവിടെ JB ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു പോയിന്റാണ് അഭിജിത്ത് ആദ്യം തന്നെ തുടക്കത്തിൽ പറയും. ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ട് മാപ്പ് വരെ പറഞ്ഞത്. എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞു എന്നുള്ള കാര്യം JB എന്തുകൊണ്ട് അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല? മാപ്പ് പറയേണ്ടി വരാത്തത് ഇപ്പോൾ JB പറയുന്നവരാണ് ഇതൊക്കെ ഒരു അഡൽട്ട് ആപ്പല്ലേ, നിങ്ങൾ എന്താണ് അഡൽട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡേറ്റിംഗ് ആപ്പാണ്. അപ്പം നിങ്ങളൊക്കെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇതൊരു അഡൽട്ട് ആപ്പാണ് എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അവർ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാമെന്ന കാര്യവും വളരെ സേഫും സെക്യൂർഡുമാണ്. അത് പോരാഞ്ഞിട്ട് സ്ത്രീകൾക്ക് പൈസയും കിട്ടും എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത ആപ്പ് അരികെ എന്നുള്ളൊരു ആപ്പിനെ കുറിച്ചൊക്കെ പറയുന്നു. അരികെ എന്നുള്ളൊരു ആപ്പൊക്കെ ശരിക്കും ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മെൻഷൻ ചെയ്യുന്നതാണ് ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള പരാമർശം ഇല്ല എന്ന് മാത്രമല്ല ഈ സാധാരണക്കാരായിട്ട് ഒരു കൊച്ചുകുട്ടികളടക്കം ഡൗൺലോഡ് ചെയ്യുന്നു. കാരണം അവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഇതിപ്പോൾ പല ഇതുപോലുള്ള പ്രമുഖന്മാരും പറയുന്നു അതേപോലെ ചെന്ന് വാങ്ങുന്നവരൊക്കെയാണ്. ഓക്കെ, ഡൗൺലോഡ് ആക്കി കൂടെ? ഫ്രണ്ട് ആപ്പ്? യെസ്, ഫ്രണ്ട് ആപ്പ്. ഫ്രണ്ട് ആപ്പ് എന്ന ഗോ ടു ആപ്പ് ആണ്. ടു മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ഹാവ് ഫൺ കൺവർസേഷൻ. ആക്ച്വലി എനിക്ക് റെസിപ്പി പറഞ്ഞത് ഞാൻ ഫ്രണ്ട് ആപ്പിൽ നിന്ന് പരിചയപ്പെട്ട ഫ്രണ്ട് ആപ്പ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ആപ്പ്. ഇതിൽ റാൻഡം ആൾക്കാരുമായിട്ട് വോയിസ് കോൾ ചെയ്യാം, വീഡിയോ കോളും ചെയ്യാം. വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യം ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ്. ഡേറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സിനെതിരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഉള്ളത്. അവരാണ് ഇതൊരു ഡേറ്റിംഗ് ആപ്പാണെന്ന് അത് അഭിജിത്ത് പറയുന്നത് കൊണ്ട് മാത്രമാണ് JB മനസ്സിലാവുന്നത്. പക്ഷെ അതിനകത്തിരുന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്കാരും അതൊരു ഡേറ്റിംഗ് ആപ്പാണെന്ന് പറയുന്നില്ല. മറച്ചു വെച്ചുകൊണ്ട് ഒളിച്ചു വെച്ചുകൊണ്ട് കടത്തുന്ന കാര്യമാണ്. ഇപ്പം എന്ന് പറയുന്ന മറ്റേ ലഹരി ഉണ്ടല്ലോ, ഓക്കെ, രാസലഹരി. ആ രാസലഹരിയെ പഞ്ചസാര പോലത്തെ ഒരു സാധനമുണ്ട്, നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്, അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നുള്ള കാര്യം മറച്ചു വെക്കുന്നത് പോലെ അത്രയും തന്നെ തെറ്റല്ലേ ഈ ഒരു കാര്യം? എന്ത് തരത്തിലുള്ള ആപ്ലിക്കേഷനാണ്, ഏത് തരത്തിലുള്ള ഏജ് ക്രൈറ്റീരിയലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള അടക്കം പച്ചയ്ക്ക് പറഞ്ഞ് ഒരു 2 വരി കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ഇവർ 1 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള വീഡിയോയ്ക്കകത്ത് ഈ ഒരു കാര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കോണ്ടന്റ് എന്താണ്, ഈ ഒരു സാധനത്തിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ള കാര്യത്തിന് റിവീൽ ചെയ്യാതെ പറഞ്ഞു പോവുക. അല്ലാതെ ഇവർക്ക് പ്രൊമോട്ട് ചെയ്തതിന് ഒരു പ്രോബ്ലം ഇല്ല. എത്ര വേണോ പ്രൊമോട്ട് ചെയ്യട്ടെ. ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ആരെങ്കിലും സംസാരിക്കാൻ വരുമോ? കാരണം ലോകത്തിലെ ആദ്യത്തെ ഫ്രണ്ട് ആപ്പ് ഡേറ്റിംഗ് ആപ്പല്ല. ഫ്രണ്ട് ആപ്പ് ഡേറ്റിംഗ് ആപ്പൊക്കെ പണ്ട് മുതലേ ഉണ്ട്. ഡേറ്റിംഗ് ആപ്പ് ഒന്നും കാണാത്തവരാണോ നമ്മൾ? ഡേറ്റിംഗ് ആപ്പ് അല്ലാന്ന് രീതി ഫ്രണ്ട് ആപ്പ് ഇതൊരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയുള്ള ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്കിന് പകരം ഇൻസ്റ്റാഗ്രാമിന് പകരം വളരെ നല്ലൊരു ആപ്പ്, സേഫ് ആൻഡ് സെക്യൂർ ആണ്, സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പച്ചയ്ക്ക് പറയുകയാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള ശല്യങ്ങൾ, ഫേസ്ബുക്കിൻ്റെ അകത്തുള്ള ശല്യങ്ങൾ, അതിനെക്കാട്ടിലപ്പുറം സേഫ് ആയിട്ടൊരു സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ട് പറഞ്ഞയച്ച് ആ ഒരു സാധനം ഡൗൺലോഡ് ചെയ്ത് പണി കിട്ടിയ ഓഡിയോ കുറേ അധികമാണ്. എനിക്കൊക്കെ ഇൻബോക്സിൽ ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വിഷയം പറയാൻ താല്പര്യമുണ്ട് ഇദ്ദേഹത്തിനോട്, JBI TV എന്ന് പറയുന്ന ഇദ്ദേഹത്തിനോട് ഇൻസ്റ്റാഗ്രാമിനകത്ത് വല്ലതും നിങ്ങൾ അയച്ചു കൊടുക്കുക. നമ്മളൊന്നും പറഞ്ഞാലൊന്നും ഇവർക്ക് ആർക്കും മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുന്ന അറിയത്തില്ല. എയറിലേക്കൊക്കെ കയറ്റി വിടുന്നത്. അപ്പോൾ ആ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്,
എത്തിക്സ് ഒക്കെ അത്രയധികം നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് പലപ്പോഴും പ്രൊമോട്ട് ചെയ്യില്ല. എനിക്കും ഇതിന്റെ പ്രൊമോഷൻസിന്റെ ഒക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ആണോ വേറെ 1-2 വന്നിട്ടുണ്ട്. അല്ല, എത്തിക്സിന്റെ കാര്യത്തിന്റെ പ്രശ്നമില്ല. ഡേറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യാം, എന്താ പ്രശ്നം? അരികെ എന്നുള്ള ഡേറ്റിംഗ് ആപ്പിന്റെ പ്രൊമോഷൻ ഇപ്പൊ എനിക്ക് വരുന്നെന്ന് വിചാരിക്കുക. അരികെ ഒരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നും ആ ഡേറ്റിംഗ് ആപ്പ് ഇന്ന പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നും ഇതിനകത്ത് നിങ്ങൾക്ക് അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞ് ഞാൻ പ്രൊമോട്ട് ചെയ്താൽ അവിടെ എന്താ പ്രശ്നം? ഞാനത് പ്രൊമോട്ടും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, ദയവായി കുട്ടികൾ ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ 18 വയസ്സിന് മാത്രം പ്രായത്തിന് മുതിർന്ന ആൾക്കാർ ഉപയോഗിക്കുക, ഇതിൻ്റെ റൂട്ട് ഇതാണ്, ആ തരത്തിൽ പറഞ്ഞാൽ മതി. അത് ആവശ്യക്കാരുണ്ടല്ലോ, അവരങ്ങ് ഡൗൺലോഡ് ചെയ്യുമല്ലോ. പിന്നെ എന്തിനാണ് ഈ വളഞ്ഞ വഴിയും ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ ചെയ്യുന്നത്? അവിടെയാണ് പ്രശ്നം. ആ ഒരു കാര്യത്തിനാണ് മെയിനായിട്ട് ഇവിടെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് ആപ്പിന് എന്നുള്ള സാധനം ഡേറ്റിംഗ് ആപ്പ് നിലനിൽക്കട്ടെ, ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കട്ടെ. പക്ഷെ അതിനെ പ്രചരിപ്പിച്ചവർ ഒന്നും ഇതൊരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നോ, ഇതിനകത്ത് എല്ലാവരും പറയുന്നത് എന്താ, ഇതിനകത്ത് പോയിട്ട് ബിരിയാണി നോക്കി പഠിക്കാൻ പറ്റി, ഇതിനകത്ത് പോയിട്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കിട്ടി, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒറ്റപ്പെടലിന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റി. എന്ത് ഒറ്റപ്പെടൽ? പൈസ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ആണുങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടുമെന്നുള്ളൊരു വ്യാജേന ഈ ചെറിയ രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നം ഇതിനകത്തുള്ളതിൽ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം ഞാൻ കണ്ടത്. അതായത് ഇതിനകത്ത് ഈ പല സ്ഥലങ്ങളിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന അല്ലെ കുറേ അധികം ആൾക്കാർ പറഞ്ഞത് കേട്ട് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ഇത് ഉപയോഗിച്ച് അതിനകത്ത് ചിലയിടത്തൊക്കെ അറിയാതെ പെട്ടും പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡേറ്റിംഗ് ആപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ എനിക്ക് ഡേറ്റിംഗ് ആപ്പിനോട് അയത്തുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അതൊക്കെ സമൂഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടോ അല്ല ഞാനത് എടുക്കാത്തത്. ഡേറ്റിംഗ് ആപ്പ് മാട്രിമോണിയൽ സൈറ്റ് എന്നൊക്കെ പറയുന്ന ഏകദേശം ഒരേപോലെയാണ്. ആളുകളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു പരിധിവരെ ഇത് വളരെയധികം നല്ലൊരു സംഗതിയാണ്. ദാരിദ്ര്യമുള്ള സമയത്ത്, ഇല്ലാത്ത സമയത്ത് നമുക്ക് തരാമെന്ന് പറഞ്ഞ് പല ആളുകൾ നമ്മളെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ള കാശങ്ങൾ അടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് എന്നുള്ളത് ബേസിക് കോമൺ സെൻസ് ആണ്. സ്വന്തം സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ചിട്ടുള്ള ഇണയെ കണ്ടെത്താനായിട്ടും ഇണ ചേരാനായിട്ടും സെക്സ് ആസ്വദിക്കാനായിട്ടും ഒക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എന്താണ് JB ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. അതായത് ഇതിനകത്ത് ഇണ ചേരുകയോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയോ മറ്റൊരു തരത്തിലുള്ള എന്താണ് ലൈംഗികപരമായ താല്പര്യങ്ങൾ തോന്നി ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയോ അത് കൺസെന്റോടുകൂടി അവർ അതിനകത്ത് പോവുകയോ ചെയ്യുന്നതിന് ആർക്കാ തടസ്സം, ആർക്കാ പ്രശ്നം? ഒന്നും പ്രശ്നമില്ല. ഈ ഒരു വിഷയം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോർ പോയിന്റ് ഉണ്ട്. ഈ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ പോലും ഈ ഒരു സാധനം ഒരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നും ഈ ഒരു സാധനത്തിന് ഉപയോഗിക്കേണ്ടത് ഇത്ര പ്രായത്തിന് മേലുള്ളവരാണ്, അവരെ കുട്ടികൾ കാണുന്നുണ്ട്, അവരെ ഏറ്റവും ചെറുപ്പത്തിലുള്ള കുട്ടികൾ കാണുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം കാണുന്നുണ്ട്. അവരുടെയൊക്കെ ഇതിൽ നിന്നും ഈ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യപ്പെട്ടേക്കാം. അതൊരു കാര്യം, ഒരു വാണിംഗ് കൊടുക്കേണ്ടതല്ലേ JB? കാരണം ഞാനൊക്കെ ഒരു 2 കുട്ടികളുടെ അച്ഛനാണ്. അതിപ്പം അതല്ലാത്ത ആൾക്കാർക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു അച്ഛനായിട്ട് കുറച്ച് മനസ്സിലാവും. ഓക്കെ, ഇനി അച്ഛനാണെന്നുള്ളൊരു കാര്യം പ്രിവിലേജ് കൊണ്ട് സംസാരിക്കുന്നൊന്നുമല്ല. ബട്ട് അത് ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പല ആൾക്കാരുടെയും മക്കൾ അത് ഡൗൺലോഡ് ചെയ്തു, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് കാണുകയും പിന്നെ അത് എങ്ങനെയാണ് അത് ഒഴിവാക്കേണ്ടത്, പരിഹരിക്കേണ്ടത് ആൾക്കാരുടെ ആശങ്കകളൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്നു. സോ ഒരുപാട് പ്രശ്നങ്ങളുടെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എല്ലാം നോർമലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ ഇനിയിപ്പോൾ എന്നുള്ളൊരു സാധനം നമ്മളെ രാസലഹരി ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാം. പഞ്ചസാര പോലുള്ളൊരു സാധനം വെറും പൊടിയാണ്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ച് നേരം നല്ലത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പണ്ട് കോട്ടയത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ട്, വളരെ പണ്ടാണ്. ഒരു സെക്സ് വർക്കറുമായിട്ട് പൈസയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെട്ടിട്ട് ഒരാൾ പോയി ഒരു കൊച്ചിനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു. അവിടെ ആ ഒരു സെക്സ് വർക്കർ ആ ഒരു പൈസയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടാതെ ഇദ്ദേഹത്തിന് ആവശ്യം സാധിച്ചു കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിന് ആ ഒരു അവസ്ഥ ഉണ്ടാവത്തുണ്ടായിരുന്നില്ല. ഇവിടെ 2 ആളുകളെ നീടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. അവിടെ അവരുടെ സർവീസ് എടുക്കാൻ വേണ്ടി വരുന്ന ഒരാൾ ഇത് കൊടുക്കാൻ എന്തൊരു സംഭവമാണ് ഈ JB നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ ഭയങ്കര പുരോഗമനിസ്റ്റ് എന്നൊക്കെ അല്ലേ? നമ്മളൊക്കെ ഭയങ്കര പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെയാണ് ഇദ്ദേഹം കൂടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് കോട്ടയത്ത് ഒരു സംഭവം ഉണ്ടായി. പണ്ടൊരു സെക്സ് വർക്കറുമായിട്ട് പൈസയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് തർക്കം വന്നു. അയാളുടെ ആഗ്രഹം അവരങ്ങ് താല്പര്യത്തിന് സാധിച്ചു കൊടുത്തിരുന്നു. സെക്സ് വർക്കറിന് എന്താ അഭിമാനമൊന്നുമില്ലേ? സെക്സ് വർക്കർ ചെയ്യുന്ന ആൾക്കാർക്കും അവിടെ കൺസെന്റോടുകൂടി മാത്രമല്ലേ JB? നിങ്ങളൊക്കെ വാദോരാതെ ഈ വർത്തമാനം പറയുന്ന ആൾക്കാരല്ലേ? സെക്സ് വർക്കറിന് എന്താ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക? ആരെങ്കിലും വന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അങ്ങ് ഒരു കാര്യം അങ്ങ് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. അവർക്കും ഉണ്ടല്ലോ തീരുമാനങ്ങൾ. അവർ പറയുന്ന പൈസ അവർക്ക് ശരീരം വിൽക്കുന്നെങ്കിൽ അതിനുള്ള പൈസ കിട്ടണം. അവർക്ക് തീരുമാനം എടുക്കാം അവർക്ക് ആരുടെ കൂടെ പോകണ്ടെന്ന്. അപ്പം നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ അതങ്ങ് സമ്മതിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ആ ഒരു വിഷയം സമ്മതിച്ച് കൊടുത്താൽ പിന്നെ അത് പ്രശ്നമില്ലാന്ന്. ഇവിടെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലുള്ള ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. വാട്ട് കൈൻഡ് ഓഫ് സിക്ക് ജസ്റ്റിഫിക്കേഷൻ ഈസ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന കമൻറ്റ്. എക്സാക്ട്ലി എ ക്രൈം കമ്മിറ്റഡ് വാസ് ജസ്റ്റിഫൈഡ് ഹിയർ. മേ ബി ദ സെൻറ്റൻസ് വാസ് ഫ്രെയിംഡ് റോങ്, അതർവൈസ് ദിസ് ഷുഡിൻ കം ഫ്രം ഹിം.
നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ആരും ആഗ്രഹിക്കാത്തൊരു വാക്കാണ് നിങ്ങളിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഒരാളെ ബലാത്സംഗം ചെയ്ത് കൊന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായെന്നാണ് പറയുന്നത്. കോട്ടയത്ത് സംഭവിച്ച കാര്യമാണ്. അത് അങ്ങ് കൊടുത്തുകൂടായിരുന്നോ? ആ സ്ത്രീ അല്ലെങ്കിൽ ആ സെക്സ് വർക്കർ അയാളുടെ കൂടെ അങ്ങ് കിടന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യുകയാണ് ഒരു ക്രൈമിനെ. അതും JB പോലുള്ള ആൾക്കാർ. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ മാർക്കിടുന്നത്. പുരോഗമനത്തിൻ്റെ അളവുകോൽ വെച്ചിട്ട് മറ്റുള്ളവർക്ക് മാർക്കിടുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നൊരു വാക്കാണ്. ഇതിന് ശേഷം എന്തായിരുന്നാലും എടുത്തു വെച്ചിട്ട് കുറേ അധികം പറയും, പണ്ട് നീ ബിഗ് ബോസിൽ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ബിഗ് ബോസ് എന്നുള്ള ഷോയെക്കുറിച്ച്, ബിഗ് ബോസിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനെ കുറിച്ചും പല രീതിയിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ അടക്കം ഇദ്ദേഹം പരിഹാസത്തോടു കൂടി നിരന്തരം പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത് കണ്ടവരാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട്. അത് BBയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി അത് പറഞ്ഞു വരുമ്പോൾ ഇത് പുറകെ വരും, അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഈ ഒരു വിഷയം സംസാരിച്ച് JBയുടെ വായിൽ നിന്ന് വീണൊരു വാക്കാണ് കേട്ടോ, ശ്രദ്ധിക്കണം. അടിപൊളി. ഡേറ്റിംഗ് ആപ്പ് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു ഡേറ്റിംഗ് ആപ്പിൽ കയറി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആളുകളുമായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബേസിക് സെൻസ് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ്. അപ്പോൾ അവിടെ ഈ ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള സാധനം എവിടെ നിന്നാണ് JB ഇതിനെക്കുറിച്ചൊന്നും ആപ്പുകളെ കുറിച്ച് വലിയ നോളജ് ഇല്ലാത്ത, അതൊന്നും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രം ഉപയോഗിച്ചിട്ടുള്ള അത്രത്തോളം ഇതിനെക്കുറിച്ച് ലോകപരിചയം ഇല്ലാത്ത ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് ഡേറ്റിംഗ് ആപ്പാണെന്ന് അവർ എവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരും. അഭ്യസ്തവിദ്യരാണ് 100% എന്ന് പറയുമ്പോൾ ലിറ്ററസി റേറ്റിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ നാട്ടിൻ്റെ ഒരു സാമാന്യം ജനങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. അവരെവിടെ നിന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്? അവരെ ഇത് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരല്ലാതെ വേറെ ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ചേരാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നത്. ഇണ ചേരുക എന്നുള്ള ഒരു ഉദ്ദേശം ഇണയെ കണ്ടെത്തുന്ന സമയത്ത്, ഇണയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആളുകൾക്കുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ഫ്ലേട്ടിങ്ങും സെക്സ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് ഭയങ്കര ഓവറാണ്. നിങ്ങൾക്ക് തന്നെ നാട്ടിൽ ഫ്രണ്ട്സില്ലേ, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട്സില്ലേ, ഫ്രണ്ട് ആപ്പിൽ അരികയിലൊക്കെ പോയിട്ട് നല്ല കുറച്ച് മനുഷ്യന്മാരെ തപ്പാൻ വേണ്ടി നമ്മൾ പോയി. നല്ല മനുഷ്യന്മാരെ തപ്പാൻ വേണ്ടി ആപ്പ് പർച്ചേസ് ചെയ്ത് പൈസ കൊടുത്ത് അങ്ങോട്ടേക്ക് പോയി. നല്ല മനുഷ്യന്മാരെ തപ്പാൻ വേണ്ടിയാണോ 5 രൂപ കൊടുത്തിട്ട് അവർ റീചാർജ് ചെയ്തിട്ട് കോൾ ചെയ്യുന്നത്? നല്ല മനുഷ്യൻ. ഓക്കെ, അദ്ദേഹം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു നല്ല വശം എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു പോവുകയാണ്. ബട്ട് നല്ല കാര്യം, അദ്ദേഹത്തിന് ഫ്രണ്ട് ആപ്പ് എന്നുള്ളൊരു കാര്യം ഇതിനകത്തുള്ളൊരു കമൻറ്റാണ്. ഞാനിത് ഫ്രണ്ട് ആപ്പ് ആണെന്നാണ് വിചാരിച്ചത്, ഫ്രണ്ടിനെ ഉണ്ടാക്കാം എന്നാണ്. പക്ഷേ ഇതിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആർക്കാണ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ മുട്ടി നിൽക്കുന്നതെന്ന്. ഇൻഫ്ലുവൻസർ ചെയ്ത തെറ്റ് ഇത് ഡേറ്റിംഗ് ആപ്പ് അല്ല എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. ഇതാണ് എക്സാക്ട്. ഈ ഒരു വേർഡിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. ഇതൊരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇതെല്ലാവരും ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. എന്നാൽ ഇതൊരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നുള്ള കാര്യം പറയാതെ പ്രൊമോട്ട് ചെയ്തു. JBയോട് എനിക്ക് ഇതിന് അപ്പുറം ഒന്നും പറയാനില്ല. ഓക്കെ, സ്കൂൾ കുട്ടികൾ ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ലാസ്റ്റ് അതിൽപ്പെട്ട് കോളിനേക്കാൾ ക്യാഷ് കിട്ടുന്ന ഡയറക്റ്റിലേക്ക് പോകും. ഓക്കെ, ഇനി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തന്ന മറ്റൊരു കമൻറ്റാണ്. താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്നാമത് ഇത് ഫ്രണ്ട്സിനെ കണ്ടെത്തുന്ന ഒരു ആപ്പാണ് എന്ന രീതിയിലാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇതിനെ അവതരിപ്പിച്ചത്. യെസ്, കോമൺ സെൻസ് ഉള്ളവർക്ക് ഫ്രണ്ട്സ് അല്ല അതിലുള്ളത് എന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞു. അത് ന്യായീകരിക്കുന്നതിൽ കാര്യമില്ല. കുട്ടികൾക്കുൾപ്പെടെ ഇതിൽ അക്കൗണ്ട് എടുക്കാം. അവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകണമെന്നില്ല. പെട്ടെന്ന് പൈസ ഉണ്ടാകാനുള്ള ഒരു മാർഗ്ഗമായി അവർ ഇതിനെ കാണാം. വലിയൊരു കാര്യം എടുത്താൽ തന്നെ ഫ്രണ്ട്സിനെ കിട്ടും എന്ന് കാര്യം തന്നെ ആപ്പ് എടുത്തവരുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഡേറ്റിംഗ് ആപ്പായി പോലും കണക്കാക്കാൻ പറ്റില്ല. താങ്കൾ തുടക്കത്തിൽ അരികയുടെ കാര്യം പറയുന്നിട്ട് അരിക ഒരു ഡേറ്റിംഗ് ആപ്പായി തന്നെയാണ് പരസ്യം ചെയ്തിരിക്കുന്നത്, സത്യമാണ്. അല്ലാതെ ഫ്രണ്ട്സിനെ കിട്ടുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ആപ്പല്ല. കൂടാതെ പേയ്മെന്റിനെ തുടർന്ന് സെക്സ് വർക്കർ വഴക്കിട്ടത് കൊണ്ട് റേപ്പ് നടന്നു എന്നും അവർ വഴക്കിട്ടില്ലായിരുന്നുവെങ്കിൽ അത് നടക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് അങ്ങേയറ്റം തരം താഴ്ന്ന പ്രസ്താവനയായി തോന്നി എന്ന് താങ്കളുടെ കമന്റ് ബോക്സിൽ കിടക്കുന്ന കമന്റാണ് ബ്രോ. വർക്കറിനൊന്നും വിലയില്ലേ ബ്രോ? ആരും ഒന്ന് പറഞ്ഞാൽ കിടന്നു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ കൊന്നു കളയും. അതുകൊണ്ട് നിങ്ങൾ കിടന്നു കിടക്കണം. ഇതെങ്ങാനും നമ്മുടെ വായിൽ നിന്നെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എപ്പോൾ വന്നു നേട്ടാ മതി. Yes, it's a 12+ app. 12+ അല്ല, 17+ app ആണ്. And it's not advised as a dating app. Also, dating apps don't work like this. Feel pity for people who support these influencers. Okay, ഇനി കൂടുതലൊന്നും താങ്കളുടെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന കമൻറ്റിന് അപ്പുറത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. നമസ്കാരം JB. ഇനി ബാക്കിയുള്ള നിങ്ങൾക്ക് എന്നെ ഏറി കയറ്റാനോ എൻ്റെ എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കാനോ എന്ത് വേണോ ചെയ്യാം. ബട്ട് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ വളരെ ബഹുമാനത്തോടെ മാന്യതയോടുകൂടി പറഞ്ഞു. നിങ്ങൾ എന്നിട്ടും ഈ എന്താ പറയുക, അതിൽ കയറി പിടിച്ച് തൂങ്ങുന്നൊന്നുമല്ല. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൊരു ആ ഒരു ടൈം ഇങ്ങനെ കോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതായത് സെക്സ് വർക്കർ കൊടുത്തിരുന്നുവെങ്കിൽ അവർക്കെതിരെ റേപ്പ് ചെയ്യത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. നമിക്കണം പ്രഭു, നമിക്കണം. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ. ഇനി ഞാൻ എയറിലായിരിക്കും, കാരണം പുരോഗമന എയർ.